ചപ്പാത്തി ഉരുളകളാക്കുന്നു. അതിവിടെ കൊണ്ടുവന്ന് ഇതിനുള്ളിലിട്ട് കഴിഞ്ഞാൽ പരത്തി കിട്ടുന്നു. പരത്തി കിട്ടാൻ മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ അത് കുക്ക് ചെയ്തും കിട്ടുന്നു. ഒരു ദിവസം 15,000-ഓളം ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ചേച്ചി വെണ്ടയ്ക്കയുടെ വാലും തലയും കളയുന്നു, ഇതിവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. വളരെ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് കട്ട് ചെയ്ത് വരുന്നു. ഇതൊക്കെ എവിടെയാണെന്നല്ലേ? ആദിയോഗി യോഗ സെന്ററിലെ കിച്ചണിലാണ് ഞാനിപ്പോൾ. ഇവിടെ ഒരു ഗസ്റ്റായിട്ട് വന്നത് കൊണ്ട് മാത്രമാണ് ഈ കിച്ചണിലേക്ക് പ്രവേശനം കിട്ടിയത്. ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ചും അത് കഴിച്ചതിനെ കുറിച്ചും വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ദിവസം 10,000-ത്തിലധികം ആളുകൾക്ക് മീൽസ് സെർവ് ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ കിച്ചൺ ഒന്ന് കാണുന്ന പറയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് അതിലും സൂപ്പറാണ് എന്നുള്ളത്. ഇവിടെ ഉപയോഗിക്കുന്ന പച്ചക്കറികളാണെങ്കിൽ കൂടുതലും ആശ്രമത്തിൽ തന്നെ കൃഷി ചെയ്യുന്നതാണ്. അത് കൂടാണ്ട് ആശ്രമവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നാച്ചുറൽ ഫാമിങ്ങിലൂടെ ഉണ്ടാക്കുന്ന പച്ചക്കറികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം നമുക്കത് കഴിക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ എടുത്തു പറയേണ്ടത് ആവിയിലാണ് എല്ലാം പാചകം ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം അതൊന്ന് വേറെ തന്നെയാണല്ലോ. ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി കണ്ടപ്പോൾ എല്ലാം ഇങ്ങനെ പേരെഴുതി ഡേറ്റ് ഇട്ട് അങ്ങനെ. ഇത് കണ്ടോ, മാങ്ങ പഴുപ്പിക്കാൻ വെച്ചിരിക്കുക. ഇവിടെ നമുക്ക് 2 നേരവും ഫ്രൂട്ട്സ് നമ്മളുടെ ഫുഡിൻ്റെ കൂടെ കിട്ടും. സീസണൽ ഫ്രൂട്ട്സ് ആണ് കൂടുതലും കിട്ടുന്നത്. കണ്ടോ എന്തോരമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കലവറ ഞാൻ കുറേ അധികം നടന്നു കണ്ടു, എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഇത് ഇവിടെ കുക്ക് ചെയ്ത് ഓരോ ഐറ്റംസും വന്നു തുടങ്ങി. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.